This news is sponsored by ആതുര സേവന രംഗത്തെ ലോകോത്തര ബ്രാൻഡായ ആസ്റ്റർ ഗ്രൂപ്പിന്റെ ആസ്റ്റർ ലാബ്സ് ഇനി മുതൽ മാളയിലും. ഹലോ പറയൂ. ഞാനേ മാള ലൈംലൈറ്റ് ന്യൂസിൽ നിന്നാണ്. ഞാൻ രാവിലെ തന്നൊരു വോയിസ് ഇട്ടുണ്ടായിരുന്നില്ലേ? ഞാനന്ന് ആ വിഷയം നടക്കുമ്പോഴേ തന്നെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ആംബുലൻസിന്റെ ഒരു കാര്യം ചോദിക്കാനായിട്ട്. ഹലോ പറഞ്ഞോ, എനിക്ക് കട്ടാവുന്നുണ്ട്, ചേട്ടൻ പറഞ്ഞു. ശരി. അന്നേ എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? ഇയാളുടെ കയ്യിൽ എങ്ങനെയാണ് ഈ ആംബുലൻസ് വന്ന് പെട്ടത്? അതെ ചേട്ടാ, സത്യത്തില് ഞാൻ KSUവിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആണ്, അതേപോലെ ഈ ഡീസോണിന്റെ സംഘാടക സമിതി അംഗമാണ്. ശരി. അപ്പോ നമ്മൾ എല്ലാ ദിവസവും അവിടെ പ്രോഗ്രാമിന് വരുന്നുണ്ട്. അന്ന് ആക്ച്വലി നമുക്ക് ഫ്ലോക്ക് ഡാൻസ് ആയിരുന്നുണ്ട്, ആംബുലൻസുകൾ കൂടുതൽ ആവശ്യം ഉണ്ടായിരുന്നു. ശരി. അപ്പോ ഞാൻ ആക്സ് എന്ന് പറഞ്ഞൊരു സംഘടനയുടെ ആംബുലൻസുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആംബുലൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ മറ്റ് വണ്ടികളും ആംബുലൻസ് ഓടിക്കുന്ന ഒരാളാണ്. എന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞാൻ അവിടെ ഒരു 8 മണിയോട് എത്തുമ്പോഴേ അവിടെ ആംബുലൻസിന് ഷോർട്ടേജ് ഉണ്ട്. അതായത് ഒരു ബാങ്കിന്റെ ആംബുലൻസ് മാത്രമാണ് ആ സമയത്ത് അവിടെ ഓടിയിരുന്നത്. അപ്പൊ ഷോർട്ടേജ് ഉണ്ട്. അപ്പോ മറ്റേ ഹോസ്പിറ്റലിൽ വേറെ എന്തോ ഗുരുദേവ് അങ്ങനെ പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്നുള്ള ആംബുലൻസ് വിളിച്ചു. ഗുരുധർമ്മം എനിക്ക് അതറിയില്ല. വേറൊരു വണ്ടിയും കൂടി വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു വണ്ടി ഉണ്ട്, ഡ്രൈവർക്ക് എടുക്കാത്തോണ്ടാണ്, എന്നോട് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നമ്മളെ ഇതിന്റെ തന്നെ KSUവിന്റെ കൺവീനർ. അപ്പൊ ഞാൻ എടുക്കും, കാരണം ഞാൻ ആംബുലൻസ് ഓടിക്കുന്ന ആളാണ്. അങ്ങനെയാണ് എനിക്ക് ആംബുലൻസ് അവര് ആ കമ്മിറ്റിയുടെ തരുന്നത്. ഒന്ന് ഓടിച്ചോ, നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട്. നിന്റെ കയ്യിൽ താക്കോല് തന്നതാരാണ്? എനിക്കത് ആസിഫ് എന്ന് പറഞ്ഞ KSUവിന്റെ കൺവീനർ ഉണ്ട്, പുള്ളി വഴി അഷ്റഫ് ഖാൻ എന്ന് പറയും. അഷ്റഫ് ഖാൻ എന്നാണ് ആളുടെ പേര്. പറഞ്ഞ ആൾ എന്താണ് പോസ്റ്റ് എന്നോ അങ്ങനത്തെ കാര്യം എനിക്ക് അറിയില്ല. അവിടെ മാളയുടെ അടുത്ത് തന്നെ വീടുള്ള ആണ് നമുക്ക് തരുന്നത്, വണ്ടി തരുന്നത്. അത് കമ്മിറ്റിയുടെ ആളുമായിട്ട് തരുന്നതാണ്. അപ്പോ അങ്ങനെ ഞാൻ ആ വണ്ടി എടുത്ത് അവിടത്തെ ഈ കുട്ടികൾ, അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഫ്ലോക്ക് ഡാൻസ് ആയിരുന്നോണ്ട് തന്നെ ഒരു ഫ്ലോക്ക് ഡാൻസ് കഴിയുമ്പോ തന്നെ ഒരു 3 പേർക്ക് കാര്യങ്ങളൊക്കെ എത്ര മണിക്കാണ് ഏകദേശം? ഇത് എനിക്ക് തോന്നുന്നു 9 മണിയൊക്കെ തൊട്ടായിരിക്കും. 9 മണി ആ ഒരു ടൈം. നമുക്ക് ഫ്ലോക്ക് ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അവിടെ എത്തുമ്പോ തന്നെ 8 മണി ആയിട്ടുണ്ട്. അതിന് ശേഷം ശരി. ഈ അടി നടക്കുമ്പോ വൈഭവമാണോ വണ്ടിയുടെ? അതെ, ഞാൻ ആ 9 മണി തൊട്ട് ഞാൻ തന്നെ എടുക്കാണ്. അപ്പോ എന്നിട്ട് ഞാനത് എനിക്ക് തോന്നുന്നു ഈ അടിയുടെ ഫസ്റ്റ് ഒരു ഉന്തുന്നള്ളൊക്കെ സ്റ്റേജ് 2-ലുണ്ടായി. ആ സമയത്ത് ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്, ഇതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ അതൊന്ന് കുറയണ വശം ഒരു കുട്ടിക്ക് തീരെ ശ്വാസമില്ലാണ്ട്, ഫ്ലോക്ക് ഡാൻസ് കഴിഞ്ഞിട്ട് ശ്വാസമില്ലാണ്ട് വണ്ടിയെ കൊണ്ടുവന്ന് കയറ്റി. ശരി. അപ്പൊ അത് ഞാൻ അവിടെ ഉള്ള ഒരു ബിലീവേഴ്സിനോ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഈ വലിയ അടി ഞാൻ കാണുന്നത്. 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. 10 മണിയല്ല, അതും കഴിഞ്ഞിട്ടുണ്ടാവും. 9 മണി അല്ല, ഇപ്പൊ 9:30 പറഞ്ഞേ. അപ്പൊ എന്റെ ചോദിച്ചതാ. അല്ല, അതിൽ കുറെ ഓടിയിട്ടുണ്ട് നമ്മള്. ആവശ്യങ്ങൾക്കായിട്ട് നമ്മള് വേറെ കുറെ ഓടിയല്ലേ? അതിന് മുമ്പ് വേറെ കുട്ടികളെ രണ്ട് കുട്ടികൾക്ക് തലറങ്ങിയിട്ട് ഞാൻ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അതിന് മുമ്പ് അപ്പൊ ഞാൻ ശരിക്കും ഒരു 3 പേര് 4 പേര് അങ്ങനെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്, ഞാൻ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ ഈ ആംബുലൻസ് ചാവി എത്തണത് എത്ര മണിക്കാണ്? അപ്പൊ ശരിക്കും അത് 9 മണിക്കൊക്കെ ആയിരിക്കും. ആ സമയം തൊട്ട് എനിക്ക് വണ്ടി കിട്ടി. 8 മണിക്ക് ശേഷം അവിടെ എത്തും. സമയം നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഇതിന്റെ ഇടയില്. അപ്പൊ ഈ തല്ല് ഇപ്പൊ നമ്മൾ ആ വീഡിയോയിലൊക്കെ ആ അടി കാണുന്നത്, ഞാൻ അങ്ങോട്ട് വരുമ്പോ ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടേൺ വരുമ്പോ ഞാൻ ഇങ്ങനെ കസാരയൊക്കെ തെറിക്കണ കണ്ടിട്ട് ഞാൻ വണ്ടി സൈഡിൽ ഒതുക്കിയപ്പോ ഈ അടി കൊണ്ട SFI-കാരനുണ്ടല്ലോ, അതായത് ആ മെയിൻ അടി കൊണ്ട വണ്ടി കൊണ്ടൊക്കെ അടി കൊണ്ട ആ SFI-കാരനെ പൊക്കിയിട്ട് എന്റെ വണ്ടിയിലേക്ക് കൊണ്ടുവരിക ചെയ്തത്. അപ്പൊ ഞാൻ വേഗം വണ്ടി തിരിച്ച് അവരെ കയറ്റി. അതേപോലെ വേറെ 2 SFI-കാരൻ നല്ല അടി കൊണ്ടുവരും, പിന്നെ കൂട്ടത്തിൽ അടി കൊണ്ട വേറെ 2-3 പേര് വണ്ടിയിൽ കയറി. അവരെ ഞാൻ തിരിച്ചു കൊണ്ടുപോയി ഇതേ ബിലീവേഴ്സ് ആശുപത്രിയിലാക്കിയിട്ട് ഞാൻ വീണ്ടും വന്നപ്പോ KSUകാരി, അതായത് ചെയർപേഴ്സൺ, യൂണിവേഴ്സിറ്റി ചെയർപേഴ്സൺ അടക്കം, പിന്നെ അതേപോലെ നെജിൻ എന്ന് പറഞ്ഞിട്ടൊരു നെജിൻ ജോസഫ് ഉണ്ട്, ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. നെജിന്റെ സ്റ്റിച്ച് അങ്ങനെ ഉണ്ട്. അങ്ങനെ അവർക്ക് പരിക്കുവച്ചവരെ ഞാൻ കയറ്റി. അപ്പൊ ഞാൻ തന്നെയാണ് പറഞ്ഞത് ഓരോ ഹോസ്പിറ്റലിൽ പോകണ്ട, ഇഷ്യൂ ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ ചാലക്കുടിയിൽ എത്തിച്ചു. അവിടെ പിന്നെ അടുത്തുള്ള ഹോസ്പിറ്റൽ അത്ര ഇതില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചാലക്കുടി താലൂക്കിൽ എത്തിച്ചു. ശരി. അങ്ങനെ എത്തിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കി ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് എന്നെ അപ്പോഴേക്കും പുലർച്ചെ ആവാറായിട്ടുണ്ട്. അല്ല, ഞാൻ ചാലക്കുടി ഈ വണ്ടി തല്ലി പൊളിച്ചില്ലേ, അതെവിടെ വെച്ചായിരുന്നു? അത് ഞാൻ പറയാം. ഇത് കറക്റ്റായിട്ട് ഞാൻ ഫസ്റ്റ് തൊട്ട് പറഞ്ഞു തരുമ്പോ ചേർന്ന് അറിയാലോ. അപ്പൊ ഞാൻ അങ്ങനെ ചാലക്കുടി താലൂക്കിൽ വെയിറ്റ് ചെയ്യും. എന്നെ ഗോകുൽഗുരുവാര് വിളിച്ചിട്ടാണ്, അതായത് ഇവരെ പോലീസ് ഹോളിഗ്രേസിൽ നിന്ന് മാറ്റി മാള സ്റ്റേഷന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും വയ്യ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയണത്. അപ്പൊ പോലീസാണ് പറഞ്ഞത് ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആ വണ്ടിയുള്ളത് അതുകൊണ്ട് എന്നോട് വരുമോന്ന് ചോദിച്ചു.
അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഡീസൽ കുറവുണ്ട്, പക്ഷെ എന്നാലും വേറെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെന്നു. അപ്പൊ ഞാൻ മാള സ്റ്റേഷന്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഒരു മാള സെന്ററിലുണ്ടെന്ന് പറഞ്ഞു. ശരി, ഈ മാള സിയും കൂട്ടരുമല്ലോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഇവരെ കയറ്റാനായിട്ട്? എനിക്ക് ആൾക്കാരെ കണ്ട സി എ ആണോ എസ് ഐ ആണോ എന്ന് എനിക്ക് അറിയില്ല, രാത്രിയാണ്, എനിക്ക് അവരാരാന്നറിയില്ല. അങ്ങനെ ഇത് രണ്ടാമത്തെ വണ്ടിയും അതായത് 2 വണ്ടിന്നായിട്ട് തന്നെ കറക്റ്റ് 10 പേര്, ഞാനടക്കം 11 പേര് വണ്ടിയിൽ കയറ്റി. ഞാൻ വണ്ടി എടുക്കുമ്പോൾ ബാക്കിൽ കേരളോർമ്മയുടെ ബസ് വന്നു, സ്റ്റുഡൻസിനെ കൊണ്ടുവരണേ. അപ്പൊ അവര് വന്നപ്പോ ഞാൻ യൂട്ടേൺ എടുത്ത് ഹോളിഗ്രേസിന്റെ മുന്നിൽ കൂടെ പോവാൻ നിന്നില്ല, പകരം പറഞ്ഞു അപ്പുറത്തെ വഴി കൂടെ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ പോയി. ഒരു 200 മീറ്റർ കഴിഞ്ഞപ്പോ SFIക്കാരെ കണ്ടു, അവര് ഞങ്ങളുടെ പിന്നാലെ പോന്നു സ്കൂട്ടറിന്. പക്ഷെ അപ്പൊ ഞാനൊന്ന് സ്പീഡ് കൂട്ടി ഓടിച്ചപ്പോ അവര് മിസ്സായി, പിന്നെ അവരെ കാണാണ്ടായില്ല. അത് കഴിഞ്ഞ് കുറെ ദൂരമൊക്കെ കഴിഞ്ഞ് അപ്പൊ എനിക്ക് വഴി ഒരു കൺഫ്യൂഷൻ. അല്ല, ഈ വണ്ടിന്ന് ഈ പോലീസ് ജീപ്പിന്ന് ഇവരെ ഇറക്കിയിട്ട് വൈഭവിന്റെ മറ്റേ ആംബുലൻസിലേക്കല്ലേ കയറ്റിയത്? അതെ അതെ അതെ. അതായത് അത് ആ വണ്ടിയിലപ്പോ എത്ര പേരുണ്ടായിരുന്നു ശരിക്കും? 10 പേര്, ഞാനടക്കം 11 പേര്. അല്ല, ഈ വൈഭവിന്റെ ആംബുലൻസിൽ 10 പേരുണ്ടായിരുന്നു, ഈ ഗോകുല് ഉൾപ്പെടെ? അതെ, ഉൾപ്പെടെ. അതായത് ഈ പോലീസ് വണ്ടിന്ന് ഇറക്കിയ 10 പേരാ ഞാൻ കയറ്റിയത്. സെൽഫി എടുത്ത ആംബുലൻസ് അല്ലല്ലോ നമ്മളുടെ? അല്ല അല്ല അല്ല, സെൽഫി എടുത്തത് ശരിക്കും ഈ സ്റ്റേജ് 1ലും 2ലും വളണ്ടിയേഴ്സായി നിന്നിരുന്ന കുട്ടികളുണ്ട്. സെന്റ് തോമസിൽ പഠിക്കണവര്, അതേപോലെ ക്രൈസ്റ്റിൽ പഠിക്കണ, അല്ലെങ്കിൽ അവരൊന്നും ശരിക്കും KSന്റെ ഭാരവാഹികളൊന്നല്ല. ഇന്ന് നിലവിൽ അവർക്ക് പോസ്റ്റ് ഉള്ളവർ അങ്ങനെ ഒന്നും. അവരെ മറ്റേ ആംബുലൻസിൽ കൊണ്ടുപോയത് കൊണ്ടാണ് ആ സെൽഫി വന്നത്. അതെ അതെ, അതുകൊണ്ട് ആംബുലൻസ് ഇല്ലാത്തോണ്ടാണ് എന്നെ വിളിച്ചിട്ട് ഞാൻ ഈ ആംബുലൻസും കൊണ്ട് അവര് ആഹ്ലാദ പ്രകടനം കാഴ്ചവെച്ചതിന്റെ ഇതിനാണ് ആ ഒരു സെൽഫി മാത്രമായിട്ട് വന്നത്. അല്ലാതെ ഈ തല്ലിനും ഈ ഇതുമായിട്ട് ബന്ധമില്ല അല്ലെ? ബന്ധമില്ല. അവര് ആക്ച്വലി അവര് സേഫ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി സെൽഫി എടുത്താണ്. അവർക്ക് അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ അറിയണ വിദ്യാർത്ഥികളൊന്നും അല്ല. അതായത് അവര് സേഫ് ആണെന്ന് അറിയിക്കാനായിട്ട് മറ്റുള്ളവർക്ക്, ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സെൽഫി മാത്രമാണ് പറഞ്ഞത്. അതെ അതെ അതെ, അത് വേറെ വണ്ടിയാണ്, ഒരു നമ്മളായിട്ടൊരു കണക്ഷനും ഇല്ല. അത് അവിടുന്ന് പോലീസുകാരാണ് ഇവരെ കയറ്റി മാറ്റിയെന്നാണ് അവര് പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചിരുന്നു ആ വണ്ടിക്കാരോടൊക്കെ. അത് പോലീസുകാർ അവിടെ നിന്ന് മാറ്റി, കാരണം മാളേന്ന് പറഞ്ഞ സെന്ററിൽ നിന്ന് വണ്ടി എടുത്തു ബാക്കി. അതെ, അങ്ങനെ ഞാൻ പോകുമ്പോ ഇവര് ഫോളോ ചെയ്തു. അത് ഞാൻ സ്പീഡിൽ പോയി ഇതാക്കി. അഷ്ടമിച്ചറാന്നാണ് പറഞ്ഞത്, എനിക്ക് സ്ഥലം അറിയില്ല. എന്റെ കൂടെ പിന്നിലുണ്ടായിരുന്നവരാണ് എനിക്ക് പറഞ്ഞത്. അവര് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, എടാ ഇത് ഫോളോയിങ് ആണ് തോന്നുന്നുണ്ട്, SFIക്കാരൻ എന്നെ വേറെ വണ്ടി പിന്നിലുണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും ഇത്തിരി കൂടി സ്പീഡ് കൂട്ടി. അങ്ങനെ ഞാൻ ഹൈവേയിലേക്ക് വന്ന് കേറി. ഹൈവേയിലേക്ക് വന്ന് കേറി യൂട്ടേൺ എടുക്കാൻ പോകുമ്പോ ബുള്ളറ്റ് വട്ടം വെച്ചു തന്നെ ഫസ്റ്റ് വിഷ്വലിൽ. ഏതാ അല്ല, അഷ്ടമിച്ചറ സ്ഥലം എനിക്കറിയില്ല. ആ ചാലക്കുടി സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് മനസ്സിലായി. ആ യൂട്ടേൺ എടുക്കാൻ പോകുമ്പോ വട്ടം വെച്ചപ്പോ എനിക്ക് കറക്റ്റ് വണ്ടി വളഞ്ഞ് കിട്ടി. ഞാൻ നേരെ യൂട്ടേൺ എടുത്ത് തിരിഞ്ഞ് ഞാൻ നേരെ പടച്ചു, സ്പീഡിലെടുത്തു. കാരണം മനസ്സിലായി ഇതാന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ കേറി പോകുന്നപ്പോ തന്നെ ഞങ്ങൾ ആൾക്കാരെ വിളിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ചാലക്കുടി താലൂക്കിലേക്ക് കേറുന്നില്ല, കാരണം അവിടെ വേറെ വിദ്യാർത്ഥികളുണ്ടാവും, എങ്ങനെയാണ് വരുന്നത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞാൻ നേരെ പോവാന്ന് പറഞ്ഞു. പക്ഷെ നേരെ കുറച്ച് ദൂരം ഞാൻ സ്പീഡിൽ പോയി കഴിഞ്ഞപ്പോ ഇവരൊന്നും ആരും പിന്നിലില്ല. പക്ഷെ വണ്ടി മിസ്സിങ് കാണിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഡീസൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേരെ തമ്പിയെ കയറ്റി ഡീസൽ അടിച്ചിട്ട് ഞാൻ പതുക്കെ നോക്കി ഇറക്കുമ്പോഴാണ് ഇവര് വണ്ട് വട്ടം വെക്കുന്നത്. ഒരു വട്ടം വെച്ചു, ഒരു ചാടി ഇറങ്ങി തല്ലിപ്പൊളിക്കുക. ആ വിഷ്വല് കാണുന്ന പോലെ തന്നെ വണ്ടിയും അടിച്ച് ജില്ല് പൊട്ടിച്ചു. പിന്നെ ഉള്ളിലേക്ക് വടി കൊണ്ട് കുത്തി അങ്ങനെ തല്ലിപ്പൊളിക്കായിരുന്നു. അവിടെ നിന്ന് ഞാൻ വീണ്ടും വണ്ടി എടുത്ത്, ആക്ച്വലി ആ വിഷ്വലിൽ കഴിയുമ്പോൾ കുറച്ചും കൂടി ഉണ്ട്. അത് വിഷ്വല് കിട്ടാത്തതുകൊണ്ടാണ്. അതായത് ഞാൻ ഫ്രണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബൈക്ക് അതിന്റെ അവസാനം വരുന്നുണ്ട്, ആ ബൈക്ക് തന്നെ ഓട്ടം വെച്ചു. കട്ട് ചെയ്ത് വീണ്ടും വന്ന് പോയി. എനിക്ക് കുറച്ച് ശേഷം അറിയാത്തോണ്ട് എനിക്ക് ആദ്യം മിസ്സായി പോയി സത്യത്തില്. പക്ഷെ ശേഷം ആദ്യം കിട്ടിയില്ല. ഞാനത് പാസ് ചെയ്ത് അറ്റ്ലസിന്റെ അവിടുത്തെ യൂട്ടേൺ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതും കഴിഞ്ഞ് അടുത്ത യൂട്ടേൺ 5 കിലോമീറ്ററോളം കയറി പോയിട്ട് യൂട്ടേൺ എടുത്ത് ഞാൻ വീണ്ടും തിരിച്ചു വന്ന് കൊരട്ടി സെന്ററിൽ വീണ്ടും യൂട്ടേൺ എടുത്തിട്ടാണ് ഞാൻ ഈ സ്റ്റേഷൻ. അപ്പോ ഒരു കാര്യമുള്ളത്, ഇത്രയെല്ലാം അടിയുണ്ടാക്കിയ വിഷയം ഉണ്ടായിട്ട് പോലീസുകാരെ തന്നെയാണ് നമ്മളുടെ വണ്ടിയിൽ കയറ്റി വിട്ടത് അല്ലെ? അതെ അതെ, അവരെ മാറ്റി. അതായത് പോലീസുകാർ മാറ്റിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവർക്കും പരിക്കുകളുണ്ട്. പരിക്കെന്ന് പറഞ്ഞാൽ അടിയിൽ പെട്ടി ഇവർക്കും അടി കൊണ്ടിട്ടുണ്ട്. ഇവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതാണ്. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ എത്താൻ സാധിച്ചില്ല, ഇവര് വളഞ്ഞ് ആക്രമിച്ചുകൊണ്ട്. ഒരു ഫോളോയിങ് ആയിരുന്നു. അതായത് ഞാൻ ഈ യൂട്ടേൺ എടുത്ത് വരുമ്പോ അറ്റ്ലസിന്റെ അവിടെ നിന്ന് അവർ വീണ്ടും ഞങ്ങളുടെ പിന്നിൽ കൂടി. ഒരു കാര്യം കൂടി അറിയാനുള്ളത്, നമ്മുടെ മാള പോലീസുകാരാണോ ഇവരെ വണ്ടി കയറ്റിയത്? എവിടത്തെ പോലീസുകാരാന്നുള്ള എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ എന്റെ ഏരിയ അല്ല. പക്ഷെ പോലീസാണ്. അതില് ചേർപ്പ് പോലീസിന്റെ വണ്ടി ഞാൻ ക്ലിയർ ആയി കണ്ടതാണ്. ചേർപ്പ് പോലീസിന്റെ വണ്ടിയിൽ നിന്നാണ് ഗോകുൽ ഗുരുവായൂരും സുദേവ് അടങ്ങുന്ന 5 പേര് ഇറങ്ങിയത്. രണ്ടാമതൊരു പോലീസ് വണ്ടി വന്നിട്ടാണ് അതിന് ബാക്കിയുള്ള ഒരു 5 പേര് ഇറങ്ങിയത്. അങ്ങനെയാണ് 10 പേര് എന്റെ വണ്ടിയിൽ കയറുന്നത്.
അപ്പോ അത് ഏതൊക്കെ പോലീസാണ്, ആരൊക്കെയാണ് പോലീസുകാരെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അത് ഒരു വണ്ടി ഉണ്ടായിരുന്നുള്ള അന്നേരം അവിടെ ഫസ്റ്റ് ഞാൻ ചെല്ലുമ്പോൾ ഒരു വണ്ടി ഉണ്ടായുള്ളൂ. ഞാൻ ചെന്ന് നിർത്തി ഇവരെ കയറ്റി കഴിയുമ്പോഴാണ് രണ്ടാമത്തെ വണ്ടി അവിടേക്ക് എത്തണം. ശരി ശരി. അത് സ്റ്റേഷന്റെ അവിടെ നിന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ പിന്നെ എന്നോട് ആ സമയത്താണ് പറഞ്ഞത് നാളെ സെൻട്രേക്ക് വന്നാൽ മതി. അങ്ങനെ മാറ്റിയതാണ് സ്ഥലം. ശരി ശരി. അപ്പൊ ഓക്കെ, ഞാനേ അന്ന് മുതല് വൈബിന് വിളിക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ ഒരു വിഷയം അറിയാനായിട്ട്. എന്തായിരുന്നു മൊബൈൽ ഓഫായിരുന്നു? എന്ത് സംഭവം? അതെ, മൊബൈൽ ഓഫ് ചെയ്തതാണ്. നമുക്ക് ഭീഷണികളുണ്ട്. നിനക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടോ? എനിക്കുണ്ട്. ഉണ്ട്. ശരി ശരി. അതിന്റെ പുറത്താണ്, വേറെ ഒന്നല്ല. ശരി. ഇപ്പൊ നിന്റെ പേരിൽ കേസ് ഉണ്ടോ എന്തെങ്കിലും? ഇല്ല, കേസില്ല. കാരണം ഞാൻ ഇതിലൊന്നിലും ഇല്ല. പേര് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അത് അവരെന്നെ പോലീസിനെ ക്ലിയർ ആയിട്ട് അറിയാവുന്നതുകൊണ്ട് കേസില്ല. പക്ഷെ ഭീഷണികളുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഈ വൈബ് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനത് വാർത്ത ആക്കിക്കോട്ടെ? അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമില്ല. ശരി. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ശരി കേട്ടോ. ഓക്കെ ഏട്ടാ, ശരി ശരി ശരി. ആതുര സേവന രംഗത്തെ ലോകോത്തര ബ്രാൻഡായ ആസ്റ്റർ ഗ്രൂപ്പിന്റെ ആസ്റ്റർ ലാബ്സ് ഇനി മുതൽ മാളയിലും. പരിശോധനകളിലെ കൃത്യത ആരോഗ്യ സംരക്ഷണത്തിന് മുതൽക്കൂട്ടാകും. ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ആതുര സേവന ശൃംഖലകളിലൊന്നായ ആസ്റ്റർ DM ഹെൽത്ത് കെയറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ലബോറട്ടറി നെറ്റ്വർക്കാണ് ആസ്റ്റർ ലാബ്സ്. സർ, വെറും 599 രൂപയ്ക്ക് നമുക്ക് 71 ടെസ്റ്റുകളുടെ ഒരു പാക്കേജ് വരുന്നുണ്ടല്ലോ. അതിൽ ഏതൊക്കെ ടെസ്റ്റുകളാണ് വരുന്നത്? അതിനകത്ത് വരുന്ന ഗ്ലൂക്കോസ് ഫാസ്റ്റിംഗ്, CBC കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, യൂറിൻ എക്സാമിനേഷൻ, ലിപ്പിഡ് പ്രൊഫൈൽ, കിഡ്നി ഫംഗ്ഷൻ, ലിവർ ഫംഗ്ഷൻ, തൈറോയിഡ്, ഇതെല്ലാം തിരിച്ചു നോക്കുമ്പോൾ അത് മൊത്തം 71 ടെസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ആസ്റ്റർ ലാബ്സ് ഇപ്പൊ പ്രവർത്തനം ആരംഭിച്ചിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. എങ്ങനെയുണ്ട് നമ്മുടെ മാളയിലെ ജനങ്ങളുടെ? ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട്. അതിൽ അവർക്ക് ഏറ്റവും ഫേവറായിട്ട് തോന്നിയത് 599 പാക്കേജ്. അതുകൊണ്ട് ഒരുപാട് എൻക്വയറീസ് ഫോണിൽ കൂടെയും അല്ലാതെ നേരിട്ടും ആൾക്കാർ വരുന്നുണ്ട്. കൂടാതെ ഇതുവരെയും ഒരുപാട് പേര് ആ ടെസ്റ്റ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്ഘാടനം പ്രമാണിച്ച് ഒരു മാസത്തേക്ക് 43 ടെസ്റ്റുകളുടെ പാക്കേജ് വെറും 349 രൂപയ്ക്ക്. മാത്രമല്ല 71 ടെസ്റ്റുകളുടെ പാക്കേജ് വെറും 599 രൂപയ്ക്ക്. ഉന്നത നിലവാരമുള്ള സൗകര്യങ്ങളോടെ ഏറ്റവും കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങളും സമ്പൂർണ്ണ പരിശോധനാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആസ്റ്റർ ലാബ്സ് കേരളത്തിലുടനീളം യാഥാർത്ഥ്യമാവുകയാണ്. ജനുവരി 2-ാം തീയതി മുതൽ ആസ്റ്റർ മെഡിസിറ്റിയുടെ ആസ്റ്റർ ലാബ് മാളയിൽ പ്രവർത്തനം ആരംഭിച്ച വിവരം മാളക്കാരെ എല്ലാ നല്ല ജനങ്ങളും അറിഞ്ഞിട്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ മാളയിലുള്ള നമ്മുടെ ആസ്റ്റർ ലാബ്സിന്റെ ലൊക്കേഷൻ വരുന്നത് ഗുരുധർമ്മ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റായി മാരുതി ഷോറൂമിനോട് ചേർന്നാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.